Good morning friends. Garam Masalയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ പാർട്ടി സ്പെഷ്യൽ പയ്യോളി ചിക്കൻ ഫ്രൈയുമായിട്ടാണ്. ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ചിക്കൻ ഫ്രൈ. ഫ്രൈ ചെയ്ത ചിക്കനും തേങ്ങയും എല്ലാം മിക്സ് ചെയ്തെടുത്തുള്ള ഒരു ഡിഷാണിത്. വളരെ ഈസിയായി നമുക്ക് ഇതിനെ തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. നമുക്ക് എങ്ങനെ ഈ പയ്യോളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോണോട് കൂടെയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ്സും എടുക്കാം. ഞാൻ ഇതിനെ മീഡിയം സൈസുള്ള പീസുകളാക്കിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ വലിയ പീസുകളായും ഇതിന് മുറിച്ചെടുക്കാം. ബിരിയാണിക്ക് വേണ്ടി മുറിച്ചെടുക്കുന്നത് പോലെ മുറിച്ചെടുക്കാം. നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഈ ഗരം മസാല പൗഡർ വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ നേരത്തെ മീറ്റ് മസാല പൗഡർ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഗരം മസാല പൗഡർ ചേർത്താൽ മതി. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇവ ക്രഷ് ചെയ്തെടുത്തത് പേസ്റ്റ് ആക്കി എടുത്താലും മതി. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇവ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. വിനാഗിരി വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെയും ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളി ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ ചിക്കൻ കുറച്ച് സമയം ഇരിക്കണം. അതിനുശേഷം വേണം നമുക്ക് ഇതിലോട്ട് ബാക്കി പൗഡർ ചേർക്കാൻ. ഇതിന് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ്. കുറഞ്ഞത് ഇതിനെ 1 മണിക്കൂറെങ്കിലും വെക്കണം. ഞാൻ ഇതിനെ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. രണ്ട് മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ ചിക്കനാണിത്. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഫ്രൈ ചെയ്യുന്നതിന് മുൻപായി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലോറും അരിപ്പൊടിയും ചേർക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണിത്. നമുക്കിതിനെ ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ഇത് ചേർത്ത് നമ്മുടെ ചിക്കന്റെ പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിരിക്കും. ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് ചേർക്കുന്നതാണ് നല്ലത്. നേരത്തെ ചേർത്ത് വെച്ചാൽ കുറച്ച് വാട്ടറി ആയി പോകും. ഇങ്ങനെ മിക്സ് ചെയ്തതിനു ശേഷം 15 മിനിറ്റ് ഈ ചിക്കൻ ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം വേണം നമുക്കിതിനെ ഫ്രൈ ചെയ്യാൻ. ഫ്രൈ ചെയ്യാൻ വേണ്ടി 1/4 കപ്പ് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം ഈ പയ്യോളി ചിക്കൻ ഫ്രൈക്ക് വേണ്ടി. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിനെ അടച്ചു വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ ഒന്ന് കുക്കായി വരുന്നതിന് വേണ്ടിയാണ്. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് ഫ്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ എണ്ണ തന്നെ മതി ഈ ചിക്കൻ ഫ്രൈ ആയി വരാൻ. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആ സമയം കൊണ്ട് തേങ്ങ റെഡിയാക്കി വെക്കണം. ഇവിടെ ഞാൻ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 പച്ചമുളകിനെ നെടുകെ മുറിച്ചെടുത്തതും എടുത്തിട്ടുണ്ട്. 5-6 മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കനെ തിരിച്ചിടാം. എങ്ങനെയെങ്കിൽ നമ്മുടെ ചിക്കൻ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകില്ല, ഹാർഡായി പോകില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. ചിക്കന്റെ ഫ്രൈ ആയ സൈഡ് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതിലൂടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡറിന്റെ റെഡ് കളർ ഉണ്ടായിരിക്കും. ഇനി നല്ല റെഡ് കളർ വേണമെങ്കിൽ എഡിബിൾ ഫുഡ് കളർ ചേർക്കാം. ഇതൊന്നുകൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഏകദേശം 1-2 മിനിറ്റ് മാത്രം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ പാൻ തുറക്കുകയാണ്. ഈ ചിക്കനിൽ അധികം എണ്ണ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ എണ്ണയെ മാറ്റണം. ഇതൊന്ന് കുറച്ച് എണ്ണയെ ഞാൻ മാറ്റിയാണ്. ഇനി ചിക്കനെ ഒരു സൈഡിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് തേങ്ങ ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തേങ്ങയെ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുൻപേ തേങ്ങയും മുളകും കറിവേപ്പിലയും എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. എന്നാൽ ഞാൻ ചിക്കന്റെ കൂടെ തന്നെയാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. തേങ്ങ ഒരുവിധം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ചിക്കനുമായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കന്റെ അടിഭാഗം ഫ്രൈ ആയി വന്നിട്ടില്ല. നമ്മുടെ തേങ്ങ നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ചിക്കനും നന്നായി ഫ്രൈ ആയി വരും. തേങ്ങ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താണ് ഈ ചിക്കൻ ഫ്രൈയുടെ ഹൈലൈറ്റ്. ഇതിലോട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില ചേർക്കാം. തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്നിച്ച് ആദ്യം ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ പിന്നീട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ തേങ്ങയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും ചിക്കന്റെ. ഇപ്പൊ നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. തേങ്ങയെല്ലാം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പയ്യോളി ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. തേങ്ങയുടെയും കറിവേപ്പിലയുടെയും പച്ചമുളകിന്റെയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ ചിക്കൻ ഫ്രൈക്ക്. എന്റെ ഡിന്നർ പാർട്ടിയിലാണ് ഞാൻ ഇത് സെർവ് ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
വീണ്ടും നല്ല അടിപൊളി വിഭവമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.